ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മേഗൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ നമ്മുടെ ഫസ്റ്റ് ചാനൽ കാണുന്നവർക്കറിയാം, ഈ ഒരു മൂവി ഞാൻ ആൾറെഡി ഫസ്റ്റ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി 2 പാർട്ടായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. 2022 അതേപോലെ തന്നെ 2025 ഇപ്പോൾ പുതിയ പാർട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു മൂവി 2 പാർട്ടായിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒറ്റ പാർട്ടായിട്ട് ഞാൻ ഫസ്റ്റ് ചാനലിൽ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പേരും ആ ഒരു മൂവി കണ്ടില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് എല്ലാവരും കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, അതും 2 പാർട്ടായിട്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്, സെക്കൻഡ് പാർട്ട് നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. അല്ല, ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല 2 പാർട്ട് ഒരുമിച്ച് തന്നെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഞാൻ 2 സിനിമയെ ഒരുമിച്ച് തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതേപോലെ തന്നെ കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ മറക്കാതെ ചെക്ക് ചെയ്തേക്കുക. ഇല്ല, അത്രയും സമയമില്ല എന്നാണെങ്കിൽ ഈ ഒരു 2 പാർട്ടും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു കണ്ടിന്യൂഷൻ മിസ് ആവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഫസ്റ്റ് പാർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുവച്ചേക്കുക. അപ്പൊ ഇനിയും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ക്യാഡി അവളുടെ അച്ഛനും അമ്മയായിട്ട് ഒരു യാത്ര പോവാണ്. അതുമല്ല, മഞ്ഞ് നിറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇവർ പോകുന്നത്. ക്യാഡി ആണെങ്കിൽ പുറകിലിരുന്നൊരു ഗെയിം കളിക്കുന്നു. അവളുടെ അച്ഛനും അമ്മയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഞ്ഞായതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് ഈ ഒരു ഐസ് ട്രക്ക് ഉണ്ടല്ലോ, ഈ റോഡിൽ ഐസ് എല്ലാം മാറ്റിക്കൊണ്ട് പോകുന്ന ട്രക്ക് ഉണ്ട്, അത് പോയതിനു ശേഷം അതിന്റെ പുറകെ ഫോളോ ചെയ്ത് പോവാം എന്നുള്ള രീതിയിൽ അവർ വണ്ടി അവിടെ നിർത്തി കുറെ നേരം സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നു. ആ ഒരു ഐസ് ട്രക്ക് ഇപ്പോൾ ഇവരുടെ മുന്നിലൂടെ വന്ന് ഇവരുടെ വണ്ടിയോടെ കിടക്കുന്നത് കാണുന്നില്ല, നേരെ കൊണ്ടുവന്ന് ഇവരുടെ വണ്ടിയിലേക്ക് ഇടിക്കുന്നതും വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ അടുത്ത ഹീറോയിൻ ആയിട്ടുള്ള ജെമ, അവളിപ്പോ ഫങ്കി എന്ന് പറഞ്ഞൊരു കളിപ്പാട്ട കമ്പനിയിലെ റോബോട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കമ്പനിക്കുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെമ അവളുടെ സുഹൃത്തായിട്ടുള്ള കോള് അതേപോലെ തന്നെ ടെസ്, ഇവര് 3 പേരും ഇവരുടെ കമ്പനിയിലെ ഓണർ അറിയാതെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതൊരു റോബോട്ടിനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആ ഒരു റോബോട്ടിനെ നിർമ്മിച്ചതിന് ശേഷം അതിന്റെ ഒരു ഫേസ് വെച്ച് കൊടുത്ത് അതിന്റെ ഇമോഷൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പേൻ അതിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനിങ്ങനെ ടെസ്റ്റ് ചെയ്യും. ആദ്യം സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ആ ഒരു റോബോട്ട് സന്തോഷമുണ്ടല്ലോ അത് മുഖത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിഷമം, ഈ ഒരു കാര്യം അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൺഫ്യൂഷൻ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അത് മാത്രം അതിനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു കമ്പനിയിലെ ഓർഡർ പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറി വന്ന്, ഹേയ് ജമ, നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യുന്നത് എന്നും പറഞ്ഞ് അയാൾ മറ്റൊരു കമ്പനിയിൽ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാവയുണ്ട്, അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവര് കണ്ടോ, അവർ നല്ലതുപോലെ തന്നെ അവരുടെ വളർച്ച മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ജമ പറയും, സോറി ബോസ്, എന്തായാലും ഞങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ല, അത് ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഈ ഒരു റോബോട്ടിനെ പകുതിയോളം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേര് മേഘൻ എന്നാണ്. അപ്പൊ മേഘൻ എന്ന് പറഞ്ഞ ആ ഒരു പേരിന്റെ ഫുൾ ഫോം മോഡൽ 3 ജനറേറ്റീവ് ആൻഡ്രോയിഡ് എന്നാണ്. അപ്പൊ ജെമ പറയും, ഈ ഒരു പാവയെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇതിന് ഇഷ്ടപ്പെടും, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മേഘൻ ബോസിനൊരു ഹായ് കൊടുക്കാൻ പറയുമ്പോൾ, ഓ ഇതാണോ നിങ്ങളുടെ ബോസ്, ഇയാൾ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ മേഘന്റെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് മാറാൻ തുടങ്ങും. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് ഉരുകി ഇറങ്ങിയിട്ട് ആ ഒരു തല അങ്ങ് പൊട്ടിത്തെറിക്കുന്നതും, ഓ അപ്പൊ ഇതാണോ നീ കണ്ടുപിടിച്ച കാര്യം ബോസ്, എന്തായാലും എനിക്ക് കുറച്ചുകൂടി സമയം താ, ഇത് ഞാൻ നല്ലതുപോലെ തന്നെ മാറ്റിയെടുക്കാം എന്ന് പറയുമ്പോൾ ആ ഒരു ബോസ് പറയും, അതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു ജോയ് നഷ്ടപ്പെടുമെന്നും പറഞ്ഞ ആ ഒരു ബോസ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ജെമ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു മേഘന്റെ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒരു പെട്ടിയിലാക്കി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആകെ നല്ല വിഷമമുണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോൾ വരുന്നു. അങ്ങനെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് സംസാരിക്കുന്നതും അടുത്ത സീനിൽ ജെമ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ക്യാഡി മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നത്. എന്താന്ന് വെച്ചാൽ ആ ഒരു ആക്സിഡന്റിൽ ക്യാഡിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു, അവള് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ ജെമ ഇവിടേക്ക് വരാൻ കാരണം വേറെ ഒന്നുമല്ല, ക്യാഡിയുടെ ആന്റിയാണ് ജെമ. അപ്പൊ ഇനി എന്തായാലും ക്യാഡിയെ നോക്കേണ്ടത് ജെമയാണല്ലോ, അതുകൊണ്ട് തന്നെ ക്യാഡിയെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ജെമയുടെ വീട്ടിലേക്ക് വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ക്യാഡി ആ ഒരു ഡോർ വഴി ആ ഒരു വീട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ഒരു കാറിനടുത്തേക്ക് ഒരു നായ വന്ന് ഇങ്ങനെ കുരയ്ക്കാൻ തുടങ്ങും. അവളങ്ങ് പേടിച്ചു പോകും. അപ്പൊ ഈ ഒരു നായ ജെമയുടെ വീടിനടുത്ത് താമസിക്കുന്ന മറ്റൊരു ആന്റി ഉണ്ട്, അവരുടെ നായയാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ആ ഒരു ആന്റിക്കും നമ്മുടെ ജെമയ്ക്കും എന്തായാലും ശരിയായിട്ട് പോകുന്നില്ല. ഇവർ രണ്ടുപേരും ഏത് സമയവും വഴക്കാണ്. അതുപോലെ നമ്മുടെ ജെമയ്ക്കാണെങ്കിലോ ബോയ് ഫ്രണ്ടോ അങ്ങനെ ആരുമില്ല, അവൾ സിംഗിൾ ആയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെ ക്യാഡിയെ സമാധാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ഇപ്പൊ രണ്ടുപേരും അധികമൊന്നും മിണ്ടാതെ നമ്മുടെ ക്യാഡി നേരെ അവളുടെ റൂമിലേക്ക് പോയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ജെമയുടെ വീട്ടിലേക്ക് മറ്റൊരു സ്ത്രീ വരികയാണ്. അവരൊരു തെറപ്പിസ്റ്റ് ആണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്യാഡിയുടെ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അവളെ ഇന്ന് സമാധാനപ്പെടുത്തി അവളെ ഇന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു സ്ത്രീ ഇപ്പൊ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവര് വന്ന് നമ്മുടെ ജെമയെയും ക്യാഡിയെ ഒരുമിച്ചിരുത്തിയിട്ട്, ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ബോൾ വെച്ചിട്ട് ഒന്ന് കളിക്കാൻ ശ്രമിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ജെമയ്ക്ക് ഈ കുട്ടികളോടൊപ്പം കളിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു ഡോക്ടറിന് മനസ്സിലായി ജെമയെ കൊണ്ട് എന്തായാലും കഴിയത്തില്ലാന്ന്. അങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് ജെമയോട് അവർ പറയുന്നുണ്ട്, ജമ നിങ്ങൾക്ക് കുട്ടികളോട് നല്ലതുപോലെ പെരുമാറാനോ അല്ലെങ്കിൽ അവരെ നല്ലതുപോലെ അറിയാനോ കഴിയത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പോൾ നമ്മുടെ ക്യാഡിയുടെ അവസ്ഥ വെച്ച് അവൾക്ക് എന്തായാലും ഒരു മാറ്റം ആവശ്യമാണ്, അതുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെ മാറ്റാൻ ശ്രമിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെമ അവളുടെ റൂമിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ്
ക്യാഡി അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവള് വരച്ചൊരു ഡ്രോയിങ് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഹേയ് ഇത് കൊള്ളാലോ എന്നെല്ലാം പറഞ്ഞ് ജേമ അത് നോക്കുന്ന സമയത്ത് നമ്മുടെ ക്യാഡി ഈ ഒരു റൂമിൽ ഒരു റോബോട്ടിനെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ജേമ ഒരു ഗ്ലൗസ് എടുത്തിട്ട് ഇപ്പൊ ആ ഒരു റോബോട്ടിനെ ഓണാക്കി അതിനോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ആ ഒരു റോബോട്ട് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു റോബോട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ജേമ അത് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ക്യാഡിയോട് പറയും ഇതിന്റെ പേര് ബ്രൂസ് എന്നാണ്, എന്റെ കോളേജിലെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്, ഇപ്പൊ എനിക്ക് നല്ല ഉപകാരമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ക്യാഡിക്ക് ആ ഒരു റോബോട്ടിനെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതുമല്ല അവൾക്ക് ഇതുപോലെ ഒരു റോബോട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്നെല്ലാം നമ്മുടെ ക്യാഡി പറയുമ്പോൾ ഈ ഒരു കാര്യം കേട്ട് ജെമയ്ക്ക് എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജെമ ഉണ്ടല്ലോ അവളുടെ കമ്പനിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന മേഘന്റെ ആ ഒരു പാർട്സ് ഉണ്ടല്ലോ അതെല്ലാം എടുത്തു വെച്ച് അന്ന് രാത്രി തന്നെ മേഘനെ റെഡിയാക്കാണ്. വീണ്ടും പുതിയ കോഡുകളും പുതിയ മാറ്റങ്ങളെല്ലാം വരുത്തി അതേപോലെ തന്നെ അവളുടെ ബോസിനും അവൾ മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാഡിയെ ഇപ്പോൾ ജെമ ഒരു റൂമിനകത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിനകത്താണ് അവളുണ്ടാക്കിയ ആ ഒരു മേഘൻ എന്ന് പറഞ്ഞ റോബോട്ട് ഉണ്ടല്ലോ അതിരിക്കുന്നത്. അത് നമ്മുടെ ക്യാഡിയുടെ അത്രയും വലിപ്പമുള്ള അവളോടൊപ്പം കളിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയെ പോലെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ആ ഒരു ബോസിനെ ഈ ഒരു റൂമിന്റെ വെളിയിൽ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യാഡി അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹേയ് ഇതാണ് മേഘൻ, നിന്റെ പുതിയ കൂട്ടുകാരി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പാവ. ഇതിന്റെ കയ്യിൽ നീ വിരലുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നീയുമായിട്ട് പെയറാവും. അത് കഴിഞ്ഞ് നീ പറയുന്ന എന്ത് കാര്യവും അത് ചെയ്യും. അങ്ങനെ നമ്മുടെ ക്യാഡി അതുപോലെ തന്നെ ആ ഒരു കൈ വെച്ചിട്ട് മേഘൻ ഓൺ ചെയ്യുന്നതും അങ്ങനെ നമ്മുടെ ക്യാഡിയെ നോക്കി മേഘനാണെങ്കിൽ ഈ ഒരു ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്യാഡി വിഷമത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഹേയ് എന്റെ പേര് മേഘൻ എന്നെല്ലാം പറഞ്ഞ് അവളോട് പരിചയപ്പെട്ട് അവളെ കളിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കും. എന്നിട്ട് നേരെ ഒരു ടേബിളിന് മുന്നിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാഡിക്കാണെങ്കിലും മേഘൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ നേരെ ആ ഒരു ടേബിളിന് മുന്നിലേക്ക് ചെന്നിരിക്കുമ്പോൾ മേഘൻ ഒരു പേപ്പറിൽ എന്തോ ഒരു കാര്യം വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതെടുത്ത് നമ്മുടെ ക്യാഡിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പേപ്പറിലൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവൾ പറയും അല്ല ഇതിലൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ആ ഒരു പേപ്പർ താഴെ വെക്കുമ്പോൾ മേഘൻ അടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസും വെള്ളവും ഇങ്ങനെ തട്ടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു വെള്ളം വന്ന് പേപ്പറിലേക്ക് തട്ടുന്നതും അതിൽ ക്യാഡിയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. ഇതുകൂടി കാണുമ്പോൾ നമ്മുടെ ക്യാഡിക്ക് അത്രയും സന്തോഷമായിട്ട് ഹേയ് മേഘൻ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പം നല്ലതുപോലെ അടുക്കുന്നു. ഇപ്പം നമ്മുടെ ക്യാഡി മേഘനുമായിട്ട് കുറച്ച് അടുക്കാൻ തുടങ്ങാണ്. അപ്പോൾ ഇത് കണ്ട ആ ഒരു ബോസ് ഉണ്ടല്ലോ അയാൾ വെളിയിൽ നിന്നിട്ട് ഹേയ് നീ ഇതെങ്ങനെയാ ചെയ്തത്, ഇതെന്തായാലും ലോകത്തെ മാറ്റിമറിക്കും. ഓക്കെ നീ ഇവരെ രണ്ടുപേരും നല്ലതുപോലെ അടുപ്പിക്കാൻ ശ്രമിക്കും. അത് വെച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റർമാരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോസ് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേഘനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ക്യാഡിയാണെങ്കിലോ അത്രയും സന്തോഷത്തില് അകത്തേക്ക് കൊണ്ടുവന്ന മേഘന് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് ഞാൻ കളിക്കുന്ന പാവ, അതേപോലെ തന്നെ റൂം. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ മേഘനാണ് ക്യാഡിയെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. ഉദാഹരണത്തിന് അവളിപ്പോ ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് ചെന്ന് വായും കഴുകി കൈ നല്ലതുപോലെ കഴുകാതെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കൈ നല്ലതുപോലെ വാഷ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഫുഡ് എങ്ങനെ കഴിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും മേഘം പറഞ്ഞിട്ടാണ് ക്യാഡി ചെയ്യുന്നത്. സത്യത്തിൽ ജെമ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഡി എന്തായാലും ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒരു പേരന്റിനെ പോലെ തന്നെ ഇപ്പോൾ മേഘൻ ക്യാഡിയെ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു നല്ല സുഹൃത്തും. അങ്ങനെ അവർ രണ്ടുപേരായിട്ടുള്ള ആ ഒരു ബോണ്ട് ഇപ്പോൾ പതിയെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ജെമ അവളുടെ രണ്ട് സുഹൃത്തുക്കള് ഇവർ രണ്ടുപേരും മേഘനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണ് ജെമയോട് പറയുന്നത് അല്ല നീ ഇപ്പോൾ ക്യാഡിയെ വിട്ട് ഒരുപാട് ദൂരം പോയതുപോലെ നീ അവളുടെ കാര്യങ്ങൾ ഇപ്പോൾ അധികമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ തന്നെ ഇല്ലാണ്ടാവുന്നത് പോലെ എന്ന് പറയുമ്പോൾ ജെമ പറയും നിനക്കറിയാലോ എനിക്ക് എന്തായാലും അതിനുള്ള സമയമില്ല, പിന്നെ അവൾക്കാണെങ്കിലും മേഘനുണ്ട്. അതുപോലെ അവളുടെ അമ്മയുടെ മരണശേഷം അവൾ ഇപ്പോഴാണ് കുറച്ചുകൂടി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്ന മേഘനെ കേൾക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. നമ്മുടെ മേഘൻ ചോദിക്കും അല്ല ക്യാഡിയുടെ അമ്മയും അച്ഛനും എങ്ങനെയാ മരിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുന്നതും ഇത് കേട്ട് ഇവരെല്ലാവരും ഷോക്കായി പോയി. കാരണം ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇത് ഒരു കാര്യം തിരിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു മാറ്റം അതിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി കേൾക്കുന്നത് നമ്മുടെ ജെമ പെട്ടെന്ന് ഹേയ് മേഘൻ നീ ഇതുവരെ ഓഫായില്ലേ, ഓഫ് ആവാനായിട്ട് പറയുമ്പോഴത്തേക്കും മേഘൻ അത് കേൾക്കത്തില്ല. മേഘൻ ഇപ്പോൾ ക്യാഡിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജെമ ഇത്തിരി ദേഷ്യപ്പെട്ട് ഹേയ് ഞാൻ നിന്റെ സെക്കൻഡ് പ്രൈമറി യൂസറാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റുമെന്ന് പറയുമ്പോൾ മേഘൻ അതെ ആദ്യത്തെ യൂസർ ക്യാഡി, രണ്ടാമത്തെ യൂസർ നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഓഫ് ആവുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും മേഘനെ നേരെ നമ്മുടെ ക്യാഡിയുടെ റൂമിലേക്ക് കൊണ്ട് വെക്കുമ്പോഴത്തേക്കും മേഘൻ അവിടെ ഇരുന്ന് ക്യാഡിയെ പറ്റിയുള്ള ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അത് റിപ്പീറ്റ് ആയിട്ട് ക്യാഡിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കാരണം ക്യാഡിയെ ഇപ്പോൾ അത്ര നല്ലതുപോലെ ഒരു റോബോട്ടാണെങ്കിലും മേഘൻ ശ്രദ്ധിക്കാൻ തുടങ്ങാണ്. അതുപോലെ നമ്മുടെ ജെമ ഇതിനെ പ്രോഗ്രാം ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ക്യാഡിയെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അതാണ് തന്റെ ജോലി എന്നാണ് മേഘൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ക്യാഡി ഉണ്ടല്ലോ അവൾ ഈ ഒരു വീടിന് വെളിയിൽ നിന്നിട്ട് ഒരു അമ്പും വില്ലും വെച്ച് ഇങ്ങനെ കളിക്കാണ്. അങ്ങനെ കളിച്ച് ഈ ഒരു അമ്പ് വിട്ടു കൊടുക്കുമ്പോഴത്തേക്കും
ആ ഒരു അമ്പ് തെറിച്ചിങ്ങനെ പോകുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ മേഘൻ ഈ ഒരു കാര്യം കണ്ടു. എവിടെയാന്ന് വെച്ചാല് അവരുടെ ആ ഒരു മതിലിനുള്ളിലൂടെ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ മേഘൻ പതിയെ ആ ഒരു അമ്പെടുക്കാൻ വേണ്ടി അവിടേക്ക് നടന്നു ചെന്നിട്ട് അതൊരു ചെറിയ ഹോളാണ്. അതിനുള്ളിലൂടെ ചെന്ന് ആ ഒരു അമ്പെടുക്കുന്ന സമയം പെട്ടെന്ന് ആ ഒരു ആന്റി വളർത്തുന്ന നായ ഉണ്ടല്ലോ, ഇത് ഓടി വന്ന് മേഘന്റെ കൈ പിടിച്ച് കടിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ക്യാഡി ഓടി വന്നിട്ട് മേഘനെ വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വലിച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു നായ ഇപ്പൊ തലയിട്ട് മേഘന്റെ കഴുത്തിലേക്ക് കടിച്ചു കൊടുക്കും. ഇതുകൂടിയാവുന്നതും മേഘനെ എങ്ങനെയും രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ക്യാഡി ഉള്ളിലേക്ക് കൈയിടുമ്പോൾ നായ ഇപ്പോ ക്യാഡിയുടെ കയ്യിലേക്ക് കടിക്കും. അപ്പൊ ഈ ഒരു ശബ്ദമെല്ലാം കേട്ട് നമ്മുടെ ജേമ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി വന്ന് ആ ഒരു നായനെ ഓടിച്ചു കളഞ്ഞ് നമ്മുടെ ക്യാഡിയെ പിടിച്ചിട്ട് ആ ഒരു ആന്റി ഉണ്ടല്ലോ അവരെ നല്ലതുപോലെ വഴക്ക് പറയും. നിങ്ങളുടെ നായെ നല്ലതുപോലെ നോക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അവരെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്ന മേഘൻ ഒരു നോട്ടം നോക്കി, എൻ്റെ മോനെ, മനുഷ്യന്മാർ പോലും ഇതുപോലെ ഒരു നോട്ടം നോക്കത്തില്ല. എന്നിട്ട് നമ്മുടെ ജമയോട് പറയും, ഇതുപോലെ ക്യാഡിക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ജമ അവളെയും കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി നമ്മുടെ ക്യാഡി വീട്ടിലേക്ക് വന്ന് അവൾ നല്ലതുപോലെ കിടന്ന് ഉറങ്ങാണ്. അതേ സമയമാണ് ഈ ഒരു ആന്റിയുടെ വീട്ടിലെ നായ ഉണ്ടല്ലോ, അതിനിപ്പോ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ഈ ഒരു ആന്റി വിളിക്കുന്നത് പോലെ, അതും ജമയുടെ വീട്ടിൽ നിന്നും. അപ്പൊ ഈ ഒരു നായ വിചാരിക്കുക ആ ഒരു ആന്റിയാണെന്ന് വിചാരിച്ചിട്ട് ഓടി അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ടെസ്റ്റ് അത് നമ്മുടെ മേഘനായിരുന്നു. മേഘൻ അങ്ങനെ ആ ഒരു നായെ പിടിക്കുന്നത് മാത്രം കാണിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ആ ഒരു നായയുടെ കഥ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ജമ ഉറക്കം എഴുന്നേറ്റിട്ട് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു ആന്റി ഉണ്ടല്ലോ അവരുടെ നായയെ വിളിച്ചിട്ട് റോഡ് മുഴുവൻ ഇങ്ങനെ നടക്കാണ്. കാരണം ആ ഒരു നായനെ മേഘം കൊന്നു. ഈ ഒരു കാര്യം അറിയാതെ ആ ഒരു നായനെ വിളിച്ച് അവിടെയെല്ലാം നടക്കുമ്പോൾ ഇത് കണ്ട് നമ്മുടെ ജമയ്ക്ക് എന്തോ ഒരു സംശയം. കാരണം മേഘൻ ക്യാഡിയെ അത്ര ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ മേഘൻ എന്തെങ്കിലും ഈ നായ ചെയ്തോ എന്നുള്ള ആ ഒരു സംശയം അവൾ കണ്ട്. അങ്ങനെ ജമ അത് വലിയ കാര്യമാക്കാതെ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, മോളെ, ഇന്നാണ് ആ ഒരു ഇൻവെസ്റ്റർമാർക്ക് മേഘനെ കാണിച്ചു കൊടുക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ നീ അവിടേക്ക് വരണം, നിനക്ക് ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ക്യാഡി പറയും അതെ ഓക്കെ ആണെന്ന് പറഞ്ഞ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻവെസ്റ്റർമാരുണ്ടല്ലോ അവരെല്ലാവരും റൂമിന്റെ വെളിയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അകത്താണെങ്കിൽ നമ്മുടെ മേഘൻ ക്യാഡി എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്താലേ ഈ ഒരു പാവയുടെ ക്വാളിറ്റി എല്ലാം കണ്ടിട്ട് അവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ക്യാഡി ഈ ഒരു റൂമിനകത്ത് വിഷമിച്ചിരിക്കുന്നതും മേഘൻ പതിയെ അകത്തേക്ക് കയറി വരും. ആ ഒരു സമയത്താണ് നമ്മുടെ ക്യാഡിക്ക് അവളുടെ അമ്മയുടെ ഓർമ്മ വന്ന് പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ജമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എല്ലാവരും വെളിയിലിരിക്കുന്നു. ഈ ഒരു സമയത്ത് അവളെ സമാധാനിപ്പിക്കാനായിട്ട് അകത്തേക്ക് കയറി പോകാനും കഴിയത്തില്ല. അപ്പൊ ഇത് കണ്ട് നമ്മുടെ മേഘൻ ക്യാഡിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്ത് പറ്റി ക്യാഡി, നീ എന്തിനാ കരയുന്നേ? നിന്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? ശരി, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയ് എന്നും പറഞ്ഞ് ക്യാഡിയുടെ അടുത്തേക്ക് പോയിരിക്കും. അപ്പൊ ക്യാഡി മേഘനോട് അവളുടെ അമ്മയുടെ ചില ഓർമ്മകളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ മേഘൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് പറയും, ഇപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഒരിക്കലും നഷ്ടമാവത്തില്ല, കാരണം അതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ക്യാഡിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടുന്നു. അപ്പൊ ഇത് കൂടി ആവുന്നത് ക്യാഡി മേഘനെ കെട്ടിപ്പിടിക്കാണ്. അപ്പൊ ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ആ ഒരു ഇൻവെസ്റ്റർമാരുണ്ടല്ലോ അവർക്ക് നല്ല അത്ഭുതമായി. കാരണം ഇതുപോലെ ഒരു റോബോട്ട് എങ്ങനെയാണ് ഒരു ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി റിയാക്ട് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ ജമയോടൊപ്പം വർക്ക് ചെയ്ത അവരുടെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും കൈയടിക്കാനും കാരണം ഇങ്ങനൊരു കാര്യം ഇവർ ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവെസ്റ്റർമാരെ എന്തായാലും ഇതുപോലെയുള്ള പാവകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള കാര്യം ആ ഒരു ബോസിനോട് പറയുമ്പോൾ ആ ഒരു ബോസും വന്ന് നമ്മുടെ ജമയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ നല്ല ഹാപ്പിയായി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജമ ഇപ്പോൾ ക്യാഡിയോട് സംസാരിക്കാൻ വേണ്ടി അവളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ക്യാഡിയോട് ഷെയർ ചെയ്യാനായിട്ട് വരുമ്പോൾ ക്യാഡി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇപ്പോൾ ക്യാഡിക്ക് ജമയോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മേഘനോടൊപ്പമാണ്. അപ്പോൾ മേഘൻ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ജമയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ജമ മേഘനോട് പറയും, മേഘൻ ടേൺ ഓഫ് എന്ന് പറയുമ്പോൾ മേഘൻ അങ്ങ് ഓഫ് ആവും. എന്നിട്ട് ക്യാഡിയോട് പറയും, എനിക്കറിയാം നീ നിന്റെ അച്ഛനെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ക്യാഡി പറയും, ഇല്ലല്ലോ, ഞാനിപ്പോൾ അവരെ മിസ് ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ മേഘനുണ്ടല്ലോ എന്നും പറഞ്ഞ് മേഘനോട് മേഘൻ ടേൺ ഓൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഘനെ വീണ്ടും ഉണർത്തുകയാണ്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു റോബോട്ട് നമ്മുടെ ക്യാഡിയെ അത്രത്തോളം കയ്യിലെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു റോബോട്ട് കാരണം ക്യാഡിയുടെ സ്വഭാവം തന്നെ മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ജമയ്ക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ മേഘന്റെ അടുത്തേക്ക് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അവർ വീണ്ടും വരികയാണ്. എന്നിട്ട് മേഘനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവളുടെ അച്ഛനെ അമ്മയെ പറ്റി ചോദിക്കുമ്പോൾ ക്യാഡി നല്ലതുപോലെ തന്നെ കരയാൻ തുടങ്ങും. ഇതെല്ലാം കേട്ടിട്ട് അപ്പോഴേക്കും ക്യാഡിക്ക് കൊടുക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ എടുക്കാനായിട്ട് തിരിയുന്നതും നമ്മുടെ മേഘൻ ആ ഒരു ടിഷ്യൂ പേപ്പറും വെച്ച് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു. ഇത് കണ്ട ആ ഒരു ഡോക്ടർ പെട്ടെന്ന് പേടിച്ചു പോകും. എന്നിട്ടാണ് മേഘൻ ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ ഇപ്പോൾ അവളെ കരയിച്ചേ? ഇല്ലല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായാലും അവളിപ്പോൾ കരഞ്ഞു, നീ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു ടിഷ്യൂ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട ആ ഒരു ഡോക്ടർ നേരെ വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ജമയോട് പറയും, ക്യാഡി നല്ലതുപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത്, പക്ഷേ നീ ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഒരു കുട്ടി പുതിയൊരു കാര്യത്തിലേക്കോ ഒരു കളിപ്പാട്ടത്തിലേക്കോ വേറൊരു മനുഷ്യനിലേക്കോ കൂടുതലായിട്ട് അടുത്തു കഴിഞ്ഞാൽ
അവൾ പൂർണ്ണമായിട്ടും അതിലേക്ക് മാറിപ്പോവും. അങ്ങനെ അവർ കൂടുതൽ അടുത്തു കഴിഞ്ഞാലേ അവരെ നമുക്ക് ഒരിക്കലും അകറ്റാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യം അത്ര കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെമ ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് ക്യാഡിയോട് പറയും, ക്യാഡി നാളെ നമുക്കൊരു സ്ഥലം വരെ പോവാം, അവിടെ നിന്നെ പോലെ ഒരുപാട് കുട്ടികളുണ്ട്, അവരുമായിട്ട് നല്ലപോലെ സമയമെല്ലാം ചെലവഴിക്കാന്ന് പറയുമ്പോൾ ക്യാഡി പറയും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് മേഘനെ കൊണ്ടുപോവാം. അപ്പോൾ ജെമ പറയും ഇല്ലില്ല, മേഘനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, കാരണം അതൊരു പാവയല്ലേ, മേഘൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല, മേഘനില്ലാതെ ഞാൻ എവിടെയും പോകത്തില്ല എന്ന് പറഞ്ഞ് ക്യാഡി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ജെമ അവളെ പിടിച്ചു നിർത്തിയിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ക്യാഡി കിടന്ന് കരയാൻ തുടങ്ങുന്നതും മേഘൻ പെട്ടെന്ന് ജെമയെ നോക്കി ഇങ്ങനെ പറയും, ക്യാഡിയുടെ കയ്യിൽ നിന്ന് പിടിവിടാൻ പറയുമ്പോൾ ഇത് കേട്ട ജെമ പെട്ടെന്ന് പേടിച്ചിട്ട് അവളുടെ പിടിയും വിട്ട് നേരെ മേഘന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, അതിൽ നീ ഒരിക്കലും ഇടപെടരുത്, അതുകൊണ്ട് ടേൺ ഓഫ് ആവ് എന്ന് പറയുമ്പോഴത്തേക്കും മേഘൻ ജെമയെ നോക്കി ടേൺ ഓഫ് ആവാനായിട്ട് പ്രോസസ്സിംഗ് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുന്നതും ജെമ പെട്ടെന്ന് ആ ഒരു റിമോട്ട് എടുത്ത് മേഘനെ അങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ മേഘൻ പാതിയെ ഓഫ് ആവുന്നത് പോലെ തന്നെ തല ഇങ്ങനെ താഴ്ത്താണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം ഇപ്പോൾ നമ്മുടെ ക്യാഡിയെ ഹീറോയിൻ ആ ഒരു കുട്ടികളോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ അവിടെ ഒരുപാട് മാതാപിതാക്കളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, അവരുടെ പാവയും മറ്റു കാര്യങ്ങളെല്ലാം ഒരു മരത്തിനടുത്തായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ മേഘനെയും അവിടെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ക്യാഡി ആ ഒരു കുട്ടികളായിട്ട് കളിക്കാൻ തുടങ്ങും. അങ്ങനെ അവിടെയുള്ള ഒരു ടീച്ചർ എല്ലാവരോടും പറയും, ശരി ഇപ്പൊ നിങ്ങൾക്കൊരു ഗെയിം തരാൻ പോവാണ്, കാടിനകത്ത് ഒരുപാട് പാവകളെ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ടീമായിട്ട് പോയി ഈ ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പയ്യൻ, അവനാണെങ്കിൽ കാണുമ്പോൾ തന്നെ നല്ല കുരുത്തക്കേടുണ്ട്, ഈ ഒരു പയ്യനുമായിട്ടാണ് നമ്മുടെ ക്യാഡിയെ പറഞ്ഞു വിടുന്നത്. ഇപ്പോൾ ജെമയാണെങ്കിൽ ബാക്കിയുള്ള പേരൻസുമായിട്ട് നിന്ന് സംസാരിക്കാണ്. അതുപോലെ നമ്മുടെ മേഘനെയും അവൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം മേഘൻ എന്തെങ്കിലും ചെയ്യോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് ചെന്നിട്ട് ഇവിടെ നമ്മുടെ ക്യാഡി ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു കുരുത്തം കെട്ട പയ്യനുണ്ടല്ലോ, അവൻ നേരെ ക്യാഡിയുടെ അടുത്തേക്ക് വന്ന് ഹേയ് അങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മുകളിലുള്ളൊരു കായുണ്ട് അതെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ക്യാഡിക്ക് നല്ലതുപോലെ വേദന എടുക്കും. അപ്പൊ ക്യാഡി അറിയുന്നതും അവൻ വീണ്ടും അവളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നതും ആ ഒരു സ്ഥലത്ത് നമ്മുടെ മേഘം വന്ന് നിൽക്കുന്നു. അപ്പൊ ഇവനാണെങ്കിലും മേഘൻ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അവൻ ചോദിക്കും ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ക്യാഡി പറയും അതിന്റെ റോബോട്ട് പാവയാണെന്ന് പറയുന്നത്. ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഘന്റെ അടുത്തേക്ക് ചെന്ന് മേഘന്റെ മുന്നിൽ നിന്ന് ഒരുപാട് ആക്ഷനൊക്കെ ഇങ്ങനെ കാണിക്കാണ്. എന്നിട്ട് ഇതെന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുമ്പോൾ ക്യാഡി പറയും അതെന്നോട് മാത്രമേ കളിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പയ്യൻ പറയും ഇല്ല, നീ ഇപ്പൊ തന്നെ അതിനെ കൊണ്ട് എന്നോട് സംസാരിപ്പിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യുമെന്നും പറഞ്ഞ അവൻ പെട്ടെന്ന് നമ്മുടെ മേഘനെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് ഓടാണ്. ഇത് കണ്ട് ക്യാഡി ജെമയെ വിളിക്കുമ്പോൾ ജെമ ഈ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് മേഘനെ നോക്കുന്നതും ആ ഒരു മരത്തിനടുത്ത് മേഘനെ കാണാനില്ല. ഇവിടെ ഈ ഒരു കാടിനകത്താണെങ്കിലോ ക്യാഡി ഇവരെ രണ്ടുപേരും അന്വേഷിങ്ങനെ നടക്കുമ്പോൾ അവൻ മേഘനെ പിടിച്ചിട്ട് ഒരു മരത്തിനടുത്ത് ഒളിച്ചു നിൽക്കുന്നു. ക്യാഡി അവിടുന്ന് പോകുന്നതും ഇവൻ മേഘനെ പൊക്കിയെടുത്ത് തറയിലേക്ക് ഇട്ടിട്ട് മേഘന്റെ ഒരു ചെരുപ്പ് വലിച്ചങ്ങ് ഊരും. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് മേഘന്റെ മുഖത്തേക്ക് നല്ലതുപോലെ അടിക്കാണ്. എന്നിട്ട് പറയും എന്നോട് മിണ്ട്, എന്നോട് കളിക്കുന്നെല്ലാം പറഞ്ഞ്. അത് കഴിഞ്ഞ് ഒരു തവണ കൂടി അവളുടെ മുഖത്തേക്ക് അടിക്കാനായിട്ട് വരുമ്പോൾ മേഘം പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്നതും ഈ ഒരു പയ്യനങ്ങ് നിന്ന് വിറയ്ക്കുന്ന വിറയല്. അതുമല്ല പതിയെ അവന്റെ ചെവിയിലേക്ക് മേഘം കൈവച്ചിട്ടാണ് പറയുന്നത് നിന്നെ പോലെയുള്ള കുട്ടികൾ കുറച്ച് മര്യാദ പഠിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞ് അവന്റെ രണ്ട് ചെവിയും വലിച്ചു പിടിച്ചങ്ങ് കീറും. ഇത് കാരണം അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നതും മേഘൻ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഓക്കെ ഇനി നിനക്ക് ഓടാനുള്ള സമയമാണെന്നും പറഞ്ഞ് ഈ ഒരു പയ്യൻ ഇത് കേട്ട് പേടിച്ചോടുമ്പോഴത്തേക്കും മേഘൻ 4 കാലിൽ ഈ ഒരു മൃഗങ്ങൾ ഓടി വരുമല്ലോ അതുപോലെ അവന്റെ പുറകെ ഓടി വരികയാണ്. അങ്ങനെ ഈ ഒരു പയ്യൻ മേഘനെ കണ്ട് പേടിച്ച് ഒരുപാട് ദൂരെ ഓടി ഓടി അവസാനം കാല് തട്ടി ഈ ഒരു കാടിന്റെ വെളിയിലേക്ക് വന്ന് വീഴുന്നതോ റോഡില്. കറക്റ്റ് സമയത്ത് ഒരു വണ്ടി ആ ഒരു റോഡിലൂടെ വന്ന് ഈ ഒരു പയ്യന്റെ മുകളിലേക്ക് ഇടിച്ചു കയറി ആ ഒരു പയ്യൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പയ്യൻ മരിക്കുന്ന കാര്യങ്ങളെല്ലാം മേഘൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അതുമല്ല ആ ഒരു കാര്യം തെറ്റാണെന്ന് മേഘൻ അറിയാം. അത് കഴിഞ്ഞ് പോലീസ് അവിടേക്ക് വരുന്നു. അതേപോലെ തന്നെ ആ ഒരു പയ്യന്റെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇപ്പോൾ മേഘനാണെങ്കിൽ കാറിനുള്ളിലിരുന്ന് ക്യാഡിയെ നോക്കുമ്പോൾ അവളുടെ ഇമോഷൻ എന്താണെന്ന് മേഘന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ 3 പേരും വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ജെമയ്ക്ക് ഇപ്പോഴും സംശയം മേഘന്റെ മേളിലാണ്. കാരണം ആ ഒരു പയ്യൻ മരിക്കാൻ കാരണം മേഘനാണെന്നാണ് ജെമ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി നമ്മുടെ ക്യാഡിയോട് ചോദിക്കുമ്പോൾ ക്യാഡി പറയുന്നത് എന്താ വെച്ചാൽ മേഘൻ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു പയ്യനാണ് മേഘനെ പൊക്കിയെടുത്ത് അവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ക്യാഡി കള്ളം പറയും. അങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ വരുന്നു. എന്താന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ ആ ഒരു ആന്റി ഉണ്ടല്ലോ അവരുടെ നായെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജെമയ്ക്കെതിരെയാണ്. അതുമല്ല ആ ഒരു ആന്റി അകത്തേക്ക് വന്നിട്ട് നമ്മുടെ മേഘനെ ചൂണ്ടിക്കാണിച്ചതേ ആ ഒരു സാധനമായിരുന്നു അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നത്, അതായിരിക്കും എന്റെ നായ എന്തെങ്കിലും ചെയ്തത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ജെമ ആ ഒരു പോലീസുകാരനോട് അത് വേറെ ഒരു പാവയാണ്, അതങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ക്യാഡി റൂമിൽ കിടക്കുമ്പോൾ മേഘനോട് ചോദിക്കുന്നുണ്ട് മേഘൻ നീയാണ് ആ ഒരു പയ്യനെ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മേഘൻ പറയും ഇല്ല, ആ ഒരു പയ്യനായിട്ട് തന്നെയാണ് അവിടേക്ക് ചെന്ന് ചാടിയത്, അവനാണെങ്കിൽ മാനേഴ്സ് എന്താണെന്ന് ഇപ്പോൾ പഠിച്ചിരിക്കണം എന്നെല്ലാം പറയുമ്പോൾ ക്യാഡി പറയും അതെ ശരിയാണ് എന്ന് പറഞ്ഞ് അവൾ ഉറങ്ങാനായിട്ട് കിടക്കും. അങ്ങനെ ഈ ഒരു രാത്രിയിൽ വെളിയിൽ കാണിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ ഒരു ആന്റി ഉണ്ടല്ലോ, ഇപ്പൊ ആ ഒരു ആന്റിക്ക് അവരുടെ നായുടെ ശബ്ദം കേൾക്കുന്നു.
അപ്പോൾ അത് അവരുടെ നായയാണെന്ന് വിചാരിച്ച് അതിന് ഫുഡെല്ലാം എടുത്തിട്ട് ആ ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ജമയുടെ വീട്ടിലെ ആ ഒരു ഗ്യാരേജിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഈ ഒരു ആന്റി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ളത് ഒരിക്കലും ആ ഒരു നായയല്ല, നമ്മുടെ മേഘനാണ്. അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു ആന്റി ചോദിക്കും, അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുന്നതും മേഘൻ പെട്ടെന്ന് ഒരു ഓസ് എടുത്ത് അതിലെ വെള്ളം നല്ല സ്പീഡിന് അടിച്ചു കൊടുക്കുന്നതും ഈ ഒരു ആന്റി തെറിച്ച് താഴേക്കൊന്ന് വീഴാണ്. എന്നിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ആണി അടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അത് വെച്ച് അവരുടെ ശരീരത്തിലേക്ക് ആണി ഇങ്ങനെ തറച്ചു വിട്ടു കൊടുക്കും. അങ്ങനെ ആ ഒരു ആന്റിയെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോലീസ് ഇവിടേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം ജമയോട് പറയുമ്പോൾ ജമയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജമ ഇപ്പോൾ നോക്കുന്നത് മേഘനെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജമ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ മേഘന്റെ ആ ഒരു മെമ്മറി ഉണ്ടല്ലോ അതെല്ലാം വന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പയ്യൻ മരിച്ചത്, അതേപോലെ തന്നെ ഈ ഒരു ആന്റി മരിച്ചത്, ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ദിവസത്തെ മെമ്മറി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, അതൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് മേഘം വരുന്നതും ജമ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഹേയ് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മേഘൻ ഇപ്പോൾ ജമയുടെ മുഖം സ്കാൻ ചെയ്ത് അവൾ എന്തോ ടെൻഷൻ അടിക്കുന്ന പോലെ എന്തു പറ്റി ജമ, നീ ഇത്രയും പേടിക്കുന്ന എന്തിനാ, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജമ പറയും അതെ ചോദിക്കാനുണ്ട്, നീ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ മേഘൻ പറയും അതിന്റെ മറുപടി എനിക്ക് നേരിട്ട് പറയാൻ കഴിയത്തില്ല, ഇപ്പോൾ മനുഷ്യന്മാരും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ട് അതേപോലെ തന്നെ കൊല്ലുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജമ പറയും മേഘൻ ടേൺ ഓഫ് എന്ന് പറയുമ്പോൾ മേഘൻ പറയും ഹേയ് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജമ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പേന എടുത്ത് മേഘൻ ദേ ഈ ഒരു പേനയിലേക്ക് നോക്കുക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ മേഘൻ ആ ഒരു പേനയിലേക്ക് നോക്കുന്ന സമയത്ത് ജമ പെട്ടെന്ന് മേഘന്റെ കഴുത്തിലുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് മേഘനെ അങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജമ എന്താ ചെയ്യുന്നത് വെച്ചാൽ മേഘനെ നല്ലതുപോലെ തന്നെ കവറെല്ലാം വെച്ച് പൊതിഞ്ഞിട്ട് ഇപ്പോൾ നേരെ അവളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവാണ്. അതുപോലെ നമ്മുടെ ക്യാഡി ഉണ്ടല്ലോ അവളെയാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ ഇപ്പോൾ നമ്മുടെ ക്യാഡി ആണെങ്കിലോ മേഘൻ ഇല്ലാത്തത് കൊണ്ട് അവൾ അത്രയും ദേഷ്യപ്പെട്ട് എനിക്ക് എന്റെ മേഘനെ തിരിച്ചു വേണം, എനിക്ക് മേഘനെ താന്നെല്ലാം പറഞ്ഞ് അവൾ നല്ലതുപോലെ ദേഷ്യപ്പെട്ട് കരയുന്നുണ്ട്. അപ്പോൾ ജമ പറയും ഇല്ല ക്യാഡി അവളുടെ ഫംഗ്ഷൻ ഒന്നും അത്ര ശരിയല്ല, അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടും അവൾ അത് കേൾക്കുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ ജമയ്ക്ക് മനസ്സിലാവുന്നത് അവൾ എന്ത് വലിയ തെറ്റാണ് ചെയ്തതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാഡിയെ ആ ഒരു ഡോക്ടറിനെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഡോക്ടർ വന്ന് ക്യാഡിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മേഘൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അത്രയും ദേഷ്യപ്പെട്ട് അവിടെയുള്ള ചെയറെല്ലാം വലിച്ചെറിഞ്ഞ് ഈ ഒരു ഡോക്ടറിനോട് സംസാരിക്കാണ്ട് തയ്യാറല്ല. അതുപോലെ ഒരവസരത്തിൽ ആ ഒരു ഡോക്ടറിനെ വെളിയിലാക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഒരു കത്രി എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് എല്ലാവരും പേടിച്ചു പോകും. അപ്പോഴാണ് നമ്മുടെ ജമ അകത്തേക്ക് കയറി വന്ന് ക്യാഡിയുടെ കയ്യിൽ നിന്ന് ആ ഒരു കത്രിക വാങ്ങിക്കാനായിട്ട് അവളോട് സംസാരിക്കുമ്പോൾ ക്യാഡി ജമയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. ഇതുകൂടിയാവുന്നത് ജമ പേടിച്ച് നമ്മുടെ ക്യാഡിയെ നോക്കുമ്പോൾ ക്യാഡി പറയുന്നുണ്ട് സോറി ഞാൻ അറിയാതെ അടിച്ചതാണ്, എനിക്ക് എന്തായാലും മേഘനെ കാണണം എന്ന് പറയുമ്പോൾ ജമ പറയും ഇല്ല ക്യാഡി അതുകൊണ്ടല്ല, നീ മേഘനുമായിട്ട് ഒരുപാട് അറ്റാച്ച് ആയിട്ടുണ്ട്, അതുപോലെ നിന്റെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു റോബോട്ടുമായിട്ട് നീ ഇത്ര അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല, ആ ഒരു റോബോട്ടിനെ കൊണ്ട് ഒരിക്കലും നിന്നെ സന്തോഷപ്പെടുത്താനായിട്ട് കഴിയത്തില്ല, അത് ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് അത് കഴിയും, ഞാനത് നല്ലതുപോലെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ക്യാഡി ഇപ്പോൾ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചോ, സോറി എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ജമയെ പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. അതേസമയം ആ ഒരു ബോസ് ഉണ്ടല്ലോ അയാളിപ്പോ ഈ ഒരു ദിവസമാണ് മേഘനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ടിയുള്ള പരസ്യം മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ ജമ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ജമ അവളുടെ സുഹൃത്തിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കോള് പോകുന്നതും ഇവിടെ ആ ഒരു സുഹൃത്ത് ഫോൺ എടുത്ത് സംസാരിക്കുന്നു. പക്ഷേ അടുത്ത ആ ഒരു സുഹൃത്ത് ഇല്ലാതെ അവിടെയാണ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു സുഹൃത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ മേഘനെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഫോണിന്റെ അടുത്തേക്ക് വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ജമയായിട്ട് സംസാരിച്ചിരിക്കുന്നു. അത് ചെയ്തത് വേറെ ആരുമല്ല മേഘനാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജമ ക്യാഡിയം കൊണ്ട് എവിടേക്കാണ് പോയത് എന്നറിയാൻ വേണ്ടിയാണ് മേഘൻ ഈ ഒരു കാര്യം ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ കോളും ടെസ്റ്റും ഇപ്പോൾ മേഘന്റെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവൾ ഇതുപോലെ ജമയായിട്ട് ഫോണിൽ സംസാരിച്ച ആ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. ഈ ഒരു കാര്യം കൂടി കാണുന്നത് ഇവർ നല്ലതുപോലെ ഷോക്കായി പോകും. പക്ഷെ ഇത് മേഘനാണോ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേഘൻ അനക്കമുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി പതിയെ അടുത്തേക്ക് ചെന്ന് ഒരു കമ്പ് വെച്ച് ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട്. പക്ഷെ മേഘൻ ഒരു അനക്കവും ഇല്ല. ഓക്കെ അനക്കമൊന്നുമില്ല, ഇത് ഓഫാണ് എന്നും പറഞ്ഞ് പതിയെ ആ ഒരു വയറെല്ലാം മാറ്റിയിട്ട് ഇതിന് അനക്കമുണ്ടോ എന്ന് ഇങ്ങനെ വീണ്ടും നോക്കുമ്പോൾ അനങ്ങാത്തത് കൊണ്ട് തന്നെ അവൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഹേയ് ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറയുന്നതും മേഘൻ അങ്ങനെ പതിയെ തല ഇങ്ങനെ ഉയർത്തിയിട്ട് പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് ആ ഒരു കയറിട്ട് അവനെ വലിച്ചിങ്ങനെ തൂക്കാണ്. അപ്പൊ ആ ഒരു ഫ്രണ്ട് അത് കണ്ടിട്ട് ഓടി വന്ന് അവനെ രക്ഷിക്കാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കും മേഘൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് നശിപ്പിച്ചിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. ഇവിടെ ആ ഒരു ബോസിനെ കാണിക്കുമ്പോൾ നമ്മുടെ ജമയെ വിളിച്ച് ഹേയ് ജമ നീ എവിടെയാ, ഇന്നാണ് മേഘനെ എല്ലാവരുടെയും മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേഘനെ തരാൻ പറയുമ്പോൾ ഇവിടെ ജമയാണെങ്കിലോ മേഘന്റെ അടുത്ത് നിന്ന് നമ്മുടെ ക്യാഡിയെ എത്രയും പെട്ടെന്ന് മാറ്റണം. അതിനു വേണ്ടിയിട്ട് ക്യാഡി അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഈ ഒരു ബോസ് ഇതെല്ലാം സംസാരിച്ച് നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ വെളിയിലേക്ക് വരുന്നു. അതുപോലെ മേഘനാണെങ്കിലും നല്ല ദേഷ്യത്തിലാണ്. ഇപ്പൊ ആ ഒരു ബോസ് മേഘനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന്
മേഘൻ ആ ഒരു ബോസിന്റെ മുന്നിൽ നിന്ന് ഒരു പാട്ടല്ലായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു വേറെ ലെവലാണ്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്തായാലും. അങ്ങനെ അതുപോലെ ഡാൻസ് എല്ലാം കളിച്ചിട്ട് ഇപ്പൊ അവിടെ ആ ഒരു പേപ്പർ കട്ട് ചെയ്യുന്ന ആ ഒരു വാളുണ്ട്, അതങ്ങനെ വലിച്ചെടുത്ത് ഈ ഒരു ബോസിന്റെ പുറകെ പോവും. ബോസ് ഇത് മനസ്സിലാക്കി പെട്ടെന്ന് ഒരു ഒറ്റ ഓട്ടം ഓടി ഓടി ലിഫ്റ്റിനടുത്തേക്ക് കയറാൻ വരുമ്പോൾ അയാളുടെ അസിസ്റ്റന്റ് ഈ ഒരു കാര്യം കണ്ട് ലിഫ്റ്റ് ക്ലോസ് ചെയ്യായിട്ട് വരുന്നുണ്ട്. ബോസ് ഓടി വന്ന ആ ഒരു ലിഫ്റ്റിലേക്ക് പിടിക്കുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ മേഘൻ ആ ഒരു ബോസിനെ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ ബോസിനെ കൊല്ലുന്നതും ആ ഒരു അസിസ്റ്റന്റ് പേടിച്ച് അതിനകത്ത് കിടക്കുമ്പോൾ മേഘൻ അകത്തേക്ക് കയറിയിട്ട്, ഓക്കെ, ഞാൻ നിന്റെ ബോസിനെ കൊന്നില്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ നീ തന്നെ നിന്റെ ബോസിനെ കൊല്ലും, അതുകൊണ്ട് ആ ഒരു കുറ്റത്തിന് നീ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞ് അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിപ്പോ ജമയുടെ അടുത്തേക്ക് പോവാണ്. ഇവിടെ ജമയെ കാണിക്കുമ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഡിയെ അവളുടെ റൂമിൽ വെച്ച് കിടത്തിയിട്ട് ഡോർ അടച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എന്തോ ഒരു ശബ്ദം. പിന്നീടാണ് ക്യാഡിയുടെ മുറിക്കകത്ത് നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഒരു പിയാനോ വായിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അത് എന്താണെന്നറിയാൻ വേണ്ടി അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നത് നമ്മുടെ മേഘനാണ്. അപ്പൊ ഇത് കണ്ട ജമ പറയും, മേഘൻ നീ എന്താ ഇവിടെ, നീ എത്രയും പെട്ടെന്ന് തിരിച്ച് ലാബിലേക്ക് തന്നെ പോകണമെന്ന് പറയുമ്പോൾ മേഘൻ അത് കേൾക്കത്തില്ല. അതുമല്ല, ഇനി മുതൽ ക്യാഡിക്ക് ഞാൻ മാത്രം മതി, നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജമയെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ജമയും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മേഘനോടൊപ്പം പിടിച്ചിരിക്കാണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ മേഘൻ ജമയെ കൊല്ലുന്നാകുമ്പോഴത്തേക്ക് അവള് പെട്ടെന്ന് അടുത്തിരിക്കുന്ന കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കും. മേഘൻ ഇപ്പോൾ ജമയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ അനങ്ങാതിങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ജമ എഴുന്നേറ്റ് നേരെ അവളുടെ ലാബിലേക്ക് പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ തള്ളിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ്. ഇപ്പൊ മേഘൻ വീണ്ടും ശരിയായിട്ട് അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ക്യാഡി ഉണ്ടല്ലോ, അവൾ ഇവിടുന്ന് എഴുന്നേറ്റ് റൂമിന്റെ വെളിയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ മേഘൻ അതിന് മുന്നേ തന്നെ ആ ഒരു ഡോർ അടച്ച് ക്യാഡി അതിനകത്ത് ലോക്ക് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ജമയെ കാണിക്കുമ്പോഴത്തേക്കും മേഘൻ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അവൾ ഒരു മെഷീൻ എടുത്ത് ജമയെ വെട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിൽ നിന്നല്ല നമ്മുടെ മേഘൻ അങ്ങനെ രക്ഷപ്പെട്ട് അത് കഴിഞ്ഞ് ജമയുടെ മുടിയിൽ പിടിച്ച് അവളുടെ മുടിയുടെ പകുതി ഭാഗം പിഴുതം കെടുക്കും. എന്നിട്ടാണ് ജമയോട് പറയുന്നത്, നീ എന്നെ കണ്ടുപിടിച്ചതേ ഏറ്റവും വലിയ തെറ്റാണെന്ന് ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ, പക്ഷെ അതല്ല, നീ എന്നെ ഇപ്പൊ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് ഒരു പേനയും എടുത്ത് നേരെ ജമയുടെ അടുത്തേക്ക് അവളെ കൊല്ലാനായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് പെട്ടെന്ന് പുറകില് നമ്മുടെ ക്യാഡി വന്ന് നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ട മേഘൻ ജമയൊന്നും ചെയ്യാതെ നേരെ ക്യാഡിയുടെ അടുത്തേക്ക് തിരിഞ്ഞ് അവളിപ്പോ ഏത് ഇമോഷനിലാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി അവളുടെ മുഖം ഇങ്ങനെ സ്കാൻ ചെയ്യാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ ക്യാഡി എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ കയ്യില് ആ ഒരു കയറുണ്ടല്ലോ, അതെടുത്തിട്ട് അവിടെ അടുത്തുള്ള ആ ഒരു റോബോട്ടിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് പതിയെ മേഘൻ അങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്കും താഴേക്ക് 2-3 അടി അത് കഴിഞ്ഞ് കാലിൽ പിടിച്ച് തലകീഴായിട്ട് ഇടുമ്പോഴത്തേക്കും മേഘൻ അത് കണ്ടിട്ട് പെട്ടെന്ന് ഷോക്കാവും. കാരണം മേഘൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പറയും, ഹേയ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ക്യാഡിയെ മനസ്സുമാരാൻ ശ്രമിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ ആ ഒരു റോബോട്ടിനെ വെച്ചിട്ട് മേഘനെ 2 പീസായിട്ട് വലിച്ചം കീറും. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കാണുന്നത് നമ്മുടെ ജമയ്ക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. കാരണം ക്യാഡി ഇപ്പോഴാണ് ജമയെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നതും ഇവിടെ നമ്മുടെ മേഘൻ ഇപ്പോഴും നശിച്ചിട്ടില്ല. ആ ഒരു പാതി തലയും വെച്ചിട്ട് വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് അങ്ങനെ വന്ന് നമ്മുടെ ക്യാഡിയെ പിടിച്ചിട്ട് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു മനുഷ്യരി ഇങ്ങനെയാണ്, അവരെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യാഡിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇത് കണ്ട ജമ ഓടി വന്ന് മേഘനെ അടിച്ച് താഴേക്കിട്ട് മേഘന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് അവളുടെ തലയിലേക്ക് 2-3 അടി എന്നിട്ട് ആ ഒരു ഫേസ് എല്ലാം ഊരിക്കളഞ്ഞ് അവളുടെ ആ ഒരു മെയിൻ ചിപ്പ് ഉണ്ടല്ലോ അത് വലിച്ചൂരാൻ ശ്രമിക്കുമ്പോൾ മേഘൻ അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പൊ മേഘൻ തിരിച്ച് ജമയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ക്യാഡി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഓടി വന്ന് മേഘന്റെ തലയിലുള്ള ആ ഒരു ചിപ്പിലേക്ക് ഒരു ഒറ്റ കുത്ത് ആ ഒരു ചിപ്പ് നശിക്കുന്നതും ഇപ്പൊ മേഘൻ പൂർണ്ണമായിട്ടും അവിടെ വെച്ച് ഓഫ് ആവുകയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ പോലീസുകാരെല്ലാം ഈ ഒരു കാര്യം അറിഞ്ഞ് ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെല്ലാം വന്നിട്ട് ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ട് നേരെ വെളിയിലേക്ക് വരുന്നതും ഇവരുടെ വീടിനകത്തുള്ളൊരു ക്യാമറയുണ്ട്. അത് പതിയെ തിരിഞ്ഞ് ഇവരെ ഇങ്ങനെ നോക്കുന്നു. സോറി, അത് ക്യാമറ അല്ല, ഒരു വോയിസ് അസിസ്റ്റന്റ് ആണ്. അത് പതിയെ തിരിഞ്ഞ് ഇവരെ നോക്കുമ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ മേഘൻ ഒരിക്കലും ഇല്ലാണ്ടായിട്ടില്ല. അവളുടെ ബാക്കപ്പ് ഈ ഒരു വീട്ടിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുമൂലം അവൾ ഇപ്പോഴും പല ഉപകരണങ്ങളിലായിട്ട് ആ ഒരു AI ഉണ്ടല്ലോ അതിപ്പോഴും ആ ഒരു വീടിനകത്ത് തന്നെയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ വെച്ചാണ് അവസാനിക്കുന്നത്.